ഹായ് ഗായ്സ്, നമുക്ക് പുതിയൊരു ഓർഡറിൻ്റെ വർക്കിലേക്ക് പോവാവേ. ആദ്യം ഞാൻ എൻ്റെ മാസ്കും ഗ്ലൗസും ഒക്കെ ഇടുന്നുണ്ട് എൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി. അതിനുശേഷം നമുക്ക് റെസിൻ മിക്സ് ചെയ്യണം. റെസിൻ മിക്സ് ചെയ്യാൻ റെസിൻ പ്ലസ് ഹാർഡ്നർ 2:1 റേഷ്യോയിലാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ പ്ലാസ്റ്റിക് പാത്രങ്ങളാണ് യൂസ് ചെയ്യുന്നത്. പേപ്പർ കപ്സ് എൻ്റെ കയ്യിൽ തീർന്നു. കൂടുതലും ഈ പ്ലാസ്റ്റിക് പാത്രമാണ് നല്ലത്, നല്ല ക്ലിയർ ആയിട്ട് കാണാൻ വെക്കും. പിന്നെ ഇപ്രാവശ്യവും ഞാൻ ബ്ലൂ കളർ തന്നെയാണ് ചൂസ് ചെയ്തത്. കസ്റ്റമർ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് കേട്ടോ. പിന്നെ നമ്മൾ സിൽവർ ഫ്ലേക്സും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം ബ്ലൂ കളർ മിക്സ് ചെയ്ത് മാറ്റി വെച്ചു. സിൽവർ ഫ്ലേക്സ് ആഡ് ചെയ്തത് അതും മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഈ സ്റ്റീൽ പാത്രത്തിൽ ഞാൻ എന്തിനാണ് ഇറക്കി വെക്കുന്നതെന്ന് വെച്ചാൽ അതിൽ ചെറു ചൂടുവെള്ളമാണ് ഉള്ളത്. അപ്പോൾ എയർ ബബിൾസ് പെട്ടെന്ന് പോയി കിട്ടും, അതിനാണ് കേട്ടോ. എന്നിട്ട് ഞാൻ ഇപ്രാവശ്യത്തെയും ലെറ്റർ ഇ തന്നെയാണ്. അപ്പോൾ ഈക്കകത്ത് ഹാഫ് ബ്ലൂവും ഹാഫ് ഈ സിൽവർ ഫ്ലേക്സ് ഇട്ടതും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്യുന്നത് ഒരു ചെറിയ ഈവിളൈയും കൂടെയാണ് കേട്ടോ. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഈ ഈവിളൈ വെച്ചൊരെണ്ണം ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ആ ഈവിളൈയും കൂടെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ പുറത്തുകൂടെ കുറച്ചുകൂടെ റെസിൻ ഒഴിച്ചിട്ട് ഞാൻ അത് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ചു. ഇതൊരു കീ ചെയിൻ ആയതുകൊണ്ട് അതിനൊരു ചെറിയൊരു ചാമും കൂടെ വേണമെന്ന് വിചാരിച്ചു. അതിനാണ് ഞാനിപ്പോൾ ഈ ബ്ലൂ കളർ വെച്ച് സെറ്റ് ചെയ്യുന്നത്. ഒരു ചെറിയൊരു ചാമാണ് അതിനകത്ത് ഇടാനുള്ളത്. പിന്നെ നമുക്ക് ഇത് കീ ചെയിൻ ആക്കുന്ന വീഡിയോ ഞാൻ അടുത്ത ഷോർട്സിൽ കാണിക്കാം കേട്ടോ.